അഹങ്കാരം നമ്മളിൽ അന്തർലീനമായി കിടക്കുകയാണ്. ഈ അഹങ്കാരം നമ്മൾ അറുത്ത് മുറിച്ച് കളഞ്ഞിട്ടില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ യാതൊരു സൗഭാഗ്യവും അള്ളാഹു തരില്ല, ഒരു സംശയവുമില്ല. നിങ്ങൾ നോക്ക്, എത്രയോ മുൻഗാമികളായ പലിശക്കാരുണ്ടായിരുന്നു. ആ പലിശക്കാര് നമ്മുടെ മുൻഗാമികളായ ചരിത്രത്തിന്റെ ഇന്നലകളിലെ പലിശ വാങ്ങിയിട്ട് ജീവിതം വല്ലാത്ത ഒരു കോലത്തിലാക്കിയ പലിശക്കാരിൽ ഏതെങ്കിലും ഒരു പലിശക്കാരനെ അള്ളാഹു ഇന്നുവരെ ശേഷിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ചരിത്രത്തിൽ മുൻഗാമികളായ പലിശക്കാരിൽ ഒരുത്തനെ പോലും അള്ളാഹു താല ഇന്നുവരെ ശേഷിപ്പിച്ചിട്ടില്ല. കള്ളുകുടിയന്മാർ എത്രയോ പേരുണ്ടായിരുന്നു. മരിച്ചുപോയാൽ എന്നെ മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ അടക്കം ചെയ്യണമെന്ന് പറഞ്ഞ കള്ളുകുടിയന്മാരുണ്ടായിരുന്നു. എന്നെ ഷാപ്പിനകത്ത് അടക്കണമെന്ന് പറഞ്ഞ കുടിയന്മാരുണ്ടായിരുന്നു. കള്ളൊഴിച്ചു കൊടുക്കുമ്പോൾ ആ കള്ള് കപ്പിൽ നിന്ന്, അതിന്റെ പാത്രത്തിൽ നിന്ന്, പാനപാത്രത്തിൽ നിന്ന് നിറഞ്ഞ് കവിഞ്ഞ് നിലത്ത് വീഴുമ്പോൾ അതെന്റെ ഖബറിലേക്ക് ഇറങ്ങിയിട്ട് എനിക്കൊരു സുഖം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് പാടിയ അറബികൾ ഉണ്ടായിരുന്നു. ആ കള്ളുകുടിയന്മാർ ആരെയും അല്ലാഹു തആല ശേഷം വരുന്ന കള്ളുകുടിയന്മാർക്ക് അവശേഷിപ്പിച്ച് കാണിച്ചു കൊടുത്തിട്ടില്ല. എത്രയോ വ്യഭിചാരികൾ ഉണ്ടായിരുന്നു. പ്രായം ഒരുപാട് ചെന്ന ആയിഷയെ പോലുള്ള വ്യഭിചാരികൾ ഉണ്ടായിരുന്നു. അവർ പിൻകാലത്ത് വന്ന ഏതെങ്കിലും ഒരു വ്യഭിചാരിക്ക് വേണ്ടി അള്ളാഹു പാഠമാക്കി മാറ്റി വെച്ചിട്ടില്ല. പക്ഷേ ഒരൊറ്റ തെമ്മാടിത്തരം ചെയ്ത്, ഒരു തെറ്റ് ചെയ്ത് ജീവിതത്തിൽ നശിപ്പിച്ചു കളഞ്ഞ ഒരുത്തന്റെ ശവശരീരം അള്ളാഹു തആല യാതൊരു കെമിക്കലും ചേർക്കാതെ, യാതൊരു സ്പിരിറ്റും അടിക്കാതെ, ഏതെങ്കിലും ഒരു പുതിയ രീതിയിലുള്ള ഏതെങ്കിലും ഒരു ശീതീകരിച്ച ഏതെങ്കിലും ഒരു മാറ്റം വരുത്താതെ അല്ലാഹു തആല ഇന്നും ശേഷിപ്പിച്ചിരിക്കുന്ന ഒരു ശരീരം, അതിന്റെ ഉടമ അഹങ്കാരിയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അഹങ്കാരികളെ പടച്ചവൻ വിടൂല. അഹങ്കാരികളെ പടച്ചവൻ തമ്പുരാൻ വിടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്രി. ഒരു അണുമണി തൂക്കമെങ്ങാനും അഹങ്കാരം ഹൃദയത്തിലുള്ളവന് സ്വർഗത്തിൽ പോയില്ലെന്ന് പഠിപ്പിച്ചത് അല്ലാഹുവിന്റെ റസൂലാണ്. അണുമണി തൂക്കമെങ്ങാനും ഹൃദയത്തിൽ അഹങ്കാരമുള്ളവന് സ്വർഗത്തിൽ പോയില്ല എന്ന് പഠിപ്പിച്ചത് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനാണ്. ഇല്ല സഹോദരങ്ങളെ, എങ്ങനെയാണ് സ്വർഗത്തിൽ പോവുക? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ലോക അവസാനം വരെ വരുന്ന മുഴുവൻ മനുഷ്യരില് അഹങ്കാരികൾ ആരുണ്ടോ, അഹങ്കരിച്ചവരാരുണ്ടോ, അല്പമെങ്കിലും ഹൃദയത്തിന്റെ ഉള്ളറകളിൽ അഹങ്കാരം അന്തർലീനമായവന് അല്ലാഹുവിന്റെ സ്വർഗം നിഷിദ്ധമാണ് എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, നമ്മൾ ചിന്തിച്ചതുപോലെ എല്ലാ അഹങ്കാരികളുടെ ലക്ഷണങ്ങള് അല്ലാഹുവിന്റെ റസൂൽ പ്രസംഗിക്കുമ്പോൾ മുന്നിൽ വന്നിരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അഹങ്കാരം എന്ന് പറയുമ്പോ ഒരാള് നല്ല വസ്ത്രം ധരിക്കുന്നതാണോ അഹങ്കാരം? നല്ല വീട് വെക്കുന്നതാണോ അഹങ്കാരം? നല്ല വണ്ടി എടുക്കുന്നതാണോ അഹങ്കാരം? നല്ല പാദരക്ഷ ധരിക്കുന്നതാണോ അഹങ്കാരം? നല്ല രീതിയിൽ ജീവിക്കുന്നതാണോ അഹങ്കാരമെന്ന് ചോദിക്കുമ്പോൾ ആദരവായ പ്രവാചകനെ പറഞ്ഞു, അല്ല, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാ, ഇന്നല്ലാഹ ത്വയ്യിബുൻ യുഹിബ്ബു ത്വയ്യിബ, ഇന്നല്ലാഹ നളീഫുൻ യുഹിബ്ബുൻ നളാഫ. അല്ലാഹു അഴകുള്ളവനാണ്, അവന് വൃത്തിയുള്ളവനാണ്, അവന് പരിശുദ്ധനാണ്, അതിനെയൊക്കെ അല്ലാഹ് ഇഷ്ടപ്പെടുകയാണ്. അഹങ്കാരം എന്ന് പറയുമ്പോൾ നല്ല വീട് വെക്കലല്ല, നല്ല വണ്ടി എടുക്കലല്ല, നല്ല വസ്ത്രം ധരിക്കലല്ല, അതൊന്നും അഹങ്കാരത്തിന്റെ ലക്ഷണമല്ല. ഇന്നൊരാളൊരു വലിയ വീട് വെച്ചു പോയാ നമ്മൾ പറയും അവൻ അഹങ്കാരമായി പോയി. ഒരു നല്ല വണ്ടി എടുത്താൽ പറയും അവന് അഹങ്കാരമായി പോയി. ഒരു നല്ല വസ്ത്രം ധരിച്ചു നടന്നാൽ പറയും അവന് അഹങ്കാരിയാണ്. സഹോദരങ്ങളെ, നമുക്ക് അതിനെപ്പറ്റി വിവരമില്ലാത്തതിന്റെ പേരിലാണ് അഹങ്കാരം എന്തെന്നറിയുമോ? ആദരവായ പ്രവാചകന് പറയുകയാണ്, ബത്റുൽ ഹഖി വഗമുത്തുന്നാസ്, സത്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ മൂടി വെക്കുന്നവനാ അഹങ്കാരി എന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, ചിന്തിക്കണേ, അഹങ്കാരികളെ ലോകത്തുള്ള ഒരു മനുഷ്യനും ഇഷ്ടപ്പെടൂല. കള്ളുകുടിയനെ ഇഷ്ടപ്പെടുന്നവനുണ്ട്, വ്യഭിചാരി ഇഷ്ടപ്പെടുന്നവരുണ്ട്, പലിശക്കാരനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. പക്ഷേ ഒരാൾ അഹങ്കാരിയായ ആളുകൾ
പറയും അവന് ഹെഡ് വെയിറ്റ് ആണ്, അവനെ തലക്കനമാണ്, അവൻ അഹങ്കാരിയാണ്, അവനെ ആരും തന്നെ ഇഷ്ടപ്പെടില്ല. സഹോദരങ്ങളെ, അല്ലാഹ്ക്ക് ഇഷ്ടമല്ല, റസൂലിന് ഇഷ്ടമല്ല, പ്രവാചകന്മാർക്ക് ഇഷ്ടമല്ല, പ്രവാചകന്മാർക്ക് ഇഷ്ടമല്ല, മലായികത്തുകൾക്ക് ഇഷ്ടമല്ല. എത്രത്തോളം എന്നറിയോ? മുല കുടിക്കുന്ന പ്രായത്തിൽ പോലെ സംസാരിച്ച അത്ഭുതത്തിന്റെ കഥ പറഞ്ഞ പ്രവാചകന് മുല കുടിക്കുന്ന പ്രായത്തില് ഒരു വലിയ സംസാരത്തിന്റെ കഴിവ് വരുന്നതിന് മുമ്പ് മുല കുടിക്കുന്ന ഉമ്മാന്റെ മടിത്തട്ടിൽ കിടന്ന് ഉമ്മ എന്ന് മാത്രം വിളിക്കാൻ പ്രായമുള്ള സമയത്ത് സംസാരിച്ച 3 കുട്ടികളെ പറ്റിയിട്ട് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തി 3 കുട്ടികളാണ് ചെറിയ പ്രായത്തിൽ അത്ഭുതത്തോടെ സംസാരിച്ചത്. അതിൽ ഒന്ന് റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം, രണ്ടാമത് ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലെ കുട്ടിയാണ്. മൂന്നാമത്തെ കഥ പറഞ്ഞുകൊണ്ട് റസൂലുള്ള പരിചയപ്പെടുത്തിയത് ബനൂ ഇസ്രായേലിലെ ഒരു പെണ്ണ് പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. തന്റെ അമ്മിഞ്ഞ പാൽ ഉറിഞ്ചി കൊടുക്കുന്ന പൊന്നുമോന്റെ മുമ്പിലൂടെ ഒരു സുന്ദരനായ സുമുഖനായ ചെറുപ്പക്കാരൻ നടന്നു പോയത്രേ. ആ പെണ്ണ് കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അതിന്റെ മുമ്പിലൂടെ ഒരാള് പോവുകയാണ്. എത്ര സുന്ദരനാണ്, സുമുഖനാണ്, കാണാനിടകൊള്ള മുഞ്ചുള്ള ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരനെ കണ്ടപ്പോ ഈ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഉമ്മ പറഞ്ഞത് എന്തെന്നറിയോ? അല്ലാഹുമ്മ ജഅലി ബിനി മിസ്ലഹു, അല്ലാഹുവേ എന്റെ മോനെ അവനെ പോലെ ആക്കണേ, എന്റെ പൊന്നുമോനെ അവനെ പോലെ ആക്കണേ അല്ലാ. എന്തുകൊണ്ടാണ്? അവന്റെ സൗന്ദര്യം കണ്ടുകൊണ്ട്, അവന്റെ സൗന്ദര്യം കണ്ടുകൊണ്ട് ആ പെങ്ങള് പറഞ്ഞു പത്രേ, അല്ലാഹുമ്മ ജഅലി ബിനി മിസ്ലഹു, എന്റെ അവനെ പോലെ സുന്ദരനാക്കണേ അല്ലാ. ആ സമയത്തിന്റെ സഹോദരങ്ങള് ആ കുഞ്ഞുമുലയിൽ നിന്ന് വായെടുത്ത് പത്രേ, മാറിടത്തിൽ നിന്നും വായെടുത്തിട്ട് ആ പൊന്നുമോന് പറഞ്ഞതെന്തെന്നറിയോ? അല്ലാഹുമ്മ ലാ തജഅൽനി മിസ്ലാ, അല്ലാഹുവേ എന്നെ അവനെ പോലെ ആക്കല്ലേ അല്ലാ, എന്നെ അവനെ പോലെ ആക്കല്ലേ അല്ലാ. രണ്ടാമത് കുറെ ദിവസ സമയം കഴിഞ്ഞപ്പോൾ ഒരു കിഴവിയായ വാർദ്ധക്യമെന്ന് കണ്ണ് കുടിഞ്ഞ് കവള് കുടിഞ്ഞ് എല്ലുന്തി വയറൊട്ടിയ ഒരു വൃദ്ധയായ അടിമപ്പെണ്ണിനെ അതുവഴി കൊണ്ടുപോവുകയാ. ആളുകൾ അടിക്കുന്നു, തൊഴിക്കുന്നു. ആ പെണ്ണ് നിലവിളിച്ചുകൊണ്ട് നടന്നു പോവുകയാണ്. ആ പെണ്ണ് അടി സ്ത്രീയാണ്. ആ സമയത്ത് ആ പെങ്ങള് ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാ തജഅലി ബിനി മിസ്ലഹാ, അല്ലാഹുവേ ഈ കിളവിയെ പോലെ എന്റെ മോനെയാക്കല്ലേ. ആ സമയത്ത് ആ കുഞ്ഞു മാറിൽ നിന്ന് വായെടുത്തു പത്രേ. എന്നിട്ട് ദ്വാരക്കുകയാണ്, അല്ലാഹുമ്മ ജഅൽനി മിസ്ലഹാ, അല്ലാഹുവേ എന്നെ ആ പെണ്ണിനെ പോലെ ആക്കണേ അല്ലാ, എന്നെ ആ പെണ്ണിനെ പോലെ ആക്കണേ അല്ലാ. ആ പ്രിയപ്പെട്ട ഉമ്മ അത്ഭുതപ്പെട്ടു പോയി. ആ ഉമ്മ പൊന്നുമോനോട് ചോദിച്ചു പത്രേ, എന്തേ പൊന്നുമോനെ നീ പറയാനുള്ള കാരണം എന്താ? ആ സമയത്ത് ആ പൊന്നുമോന്റെ മറുപടി എന്തെന്നറിയോ? ഉമ്മ, നിങ്ങൾ എന്റെ ഉമ്മയാണ്, നിങ്ങളെ ഞാൻ വലുതാകണം, നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്. ആരാണ് ഈ പറയുന്നതെന്നറിയോ? ഉമ്മ എന്ന് മാത്രം വിളിക്കുന്ന പ്രായത്തില് ഇതേവരെ വാപ്പാന്ന് വിളിക്കാത്ത കുഞ്ഞാണ്. അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയല്ലേ സഹോദരങ്ങളെ. ലോകാത്ഭുതങ്ങൾ എഴുതിയവർക്ക് തെറ്റുപറ്റിപ്പോയതാണ്. എപ്പോഴോ ചരിപ്പപ്പിന്റെ ഇന്നലകളിൽ അത്ഭുതങ്ങൾ എഴുതി ചേർക്കാനുണ്ട് സഹോദരങ്ങളെ. ആ കുഞ്ഞ് പറഞ്ഞു പത്രേ, അല്ലാഹുവേ എനിക്കാ ചെറുപ്പക്കാരനെ പോലെ ആകണ്ട, എനിക്കാ കിളവിയെ പോലെ ആയാ മതി. എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ ആ പൊന്നുമോന് പറഞ്ഞതെന്തെന്നറിയോ? ഉമ്മ, ചെറുപ്പക്കാരൻ ആരെന്നറിയോ? അൽ ജബ്ബാർ, അവൻ അഹങ്കാരിയാണ്, അഹങ്കാരിയാണ്. അവന് സൗന്ദര്യമുണ്ട് ശരിയാ, അവന് നല്ല കാണാൻ നല്ല സുന്ദരനാണ് ശരിയാ. പക്ഷേ ആ ചെറുപ്പക്കാരൻ അഹങ്കാരിയാണ്, അവന് തെമ്മാടിയാണ്, എനിക്ക് വേണ്ട. പക്ഷെ ആ പെണ്ണാരെന്നറിയോ? ആളുകൾ പറയുന്നു, പെണ്ണെ നീ മോട്ടിച്ചവളാണ്, നീ വ്യഭിചരിച്ചവളാണ്. പക്ഷെ ഉമ്മ പെണ്ണങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ പെണ്ണ് പീഡിപ്പിക്കപ്പെട്ടവളാണ്.
സ്നേഹമാണ്. പീഡിതരോട് അള്ളാഹു വലിയ സ്നേഹമാണ്. മർദ്ദിതരോട് പടച്ചോന് വല്ലാത്ത സ്നേഹമാണ്. അതുകൊണ്ടല്ല സഹോദരങ്ങളെ, അഹങ്കാരിയായ ഉമയ്യത്തിന്റെ കിങ്കരന്മാര് പാവപ്പെട്ട പീഡിതനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹുവിനെ ചാട്ടവാറ് കൊണ്ടടിച്ചപ്പോ അള്ളാഹു ആരോടാ സ്നേഹം കാണിച്ചത്? ഉമയ്യത്ത് എന്ന അഹങ്കാരിയോടല്ല, ഉമയ്യത്ത് എന്ന ഭരണാധികാരിയോടല്ല, പിന്നെയോ ബിലാൽ എന്ന പീഡിതനോടാണ്. ബിലാൽ പീഡിപ്പിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് ബിലാലിനോട് അള്ളാഹുവിന് സ്നേഹം വന്നു. ഫിർഔൻ എന്ന അഹങ്കാരിയോട് അള്ളാഹ്ക്ക് സ്നേഹമില്ല. പീഡിപ്പിക്കപ്പെട്ട ആസിയ ബീവിയോട് സ്നേഹമാണ്. അള്ളാഹുവിന് സ്നേഹം ഫിർഔൻ എന്ന അഹങ്കാരിയോടല്ല, ഫിർഔൻ എന്ന അധികാരിയോടല്ല, മറിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ പീഡിപ്പിക്കപ്പെട്ട ആസിയ ബീവിയോടാണ്. അതുപോലെ എത്രയോ ചരിത്രങ്ങൾ പറയാൻ കഴിയും. അങ്ങ് സിറിയയിലെ ബശാറുള്ള സദിന്റെ പട്ടാളത്തിനോട് പടച്ചവന് സ്നേഹമില്ല. ആരോടാണ് സ്നേഹം? അവിടുത്തെ സുന്നി മക്കള് ഇന്ന് പിടഞ്ഞു വീണ് മരിച്ചുകൊണ്ടിരിക്കുമ്പോ അവരോട് അല്ലാഹുവിന് വലിയ സ്നേഹമാണ്. സഹോദരങ്ങളെ, അതുപോലെ തന്നെ ഫലസ്തീന്റെ പാവപ്പെട്ട പൊന്നുമക്കളായ ഫലസ്തീൻ മക്കളോട് റബ്ബിന് വലിയ സ്നേഹമാണ്. അവിടുത്തെ ജൂത പരിസകളോട് പടച്ചവന് വെറുപ്പാണ്. അവരഹങ്കാരികളാ. അല്പം കൂടി കടന്നു ചിന്തിച്ചാൽ മ്യാൻമറിലെ പാവപ്പെട്ട മുസ്ലിമിനോട് പടച്ചവന് സ്നേഹമാണ്. എന്നാൽ അവിടുത്തെ ബുദ്ധ ഭീകരവാദികളോട് പടച്ചവന് വെറുപ്പാണ്. സഹോദരങ്ങളെ, നൂറ്റാണ്ടായി 50 കൊല്ലത്തോളമായി പാവപ്പെട്ട മ്യാൻമറിലെ മുസ്ലിം സമുദായം ദുരന്തം അനുഭവിക്കുകയാണ്. ഇന്നേ വരെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നില്ല. ഇന്നേ വരെ ഒരു മാധ്യമത്തിലും അതിന്റെ കഥ വന്നില്ല. ഇന്നേ വരെ പ്രിയപ്പെട്ടവരെ യാതൊരു സോഷ്യൽ മീഡിയകളിലും അതിന്റെ കഥ വരുന്നില്ല. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കഥ വരാൻ തുടങ്ങിയത്. അരനൂറ്റാണ്ടിലേറെ പാവപ്പെട്ട സമുദായം അനുഭവിക്കുകയാണ്. സഹോദരങ്ങളെ, സമാധാനത്തിന്റെ നോബൽ സമ്മാനം നേടിയ സൂചി എന്ന് പറയുന്ന വനിത, ആ പെണ്ണ് പോലും എന്റെ പ്രിയപ്പെട്ടവരെ മ്യാൻമറിലെ മുസ്ലിമീങ്ങൾക്കെതിരെ കണ്ണടക്കുമ്പോ ചിന്തിക്കണേ, അള്ളാഹുവിന് ഇഷ്ടമാരോടാണ്? പീഡിപ്പിക്കപ്പെട്ടവനോടാണ്. അവരഹങ്കാരമില്ലാത്തവരാണ്. അഹങ്കാരമില്ലാത്തവരാണ് പീഡിപ്പിക്കപ്പെടുന്നവര്. അത് സോഷ്യൽ മീഡിയയിലൂടെ ആകട്ടെ, അതല്ല വേറെ ഏത് രീതിയിലൂടെ ആകട്ടെ, തടവറകളിൽ കിടന്ന് പീഡനം അനുഭവിക്കുന്നവരാകട്ടെ. സഹോദരങ്ങളെ, അഹങ്കാരികൾ എന്നും അധികാരത്തിലാണ്. അധികാരികൾ മുഴുവനും അഹങ്കാരികളാണ്. പീഡിപ്പിക്കപ്പെട്ടവരാരോ പടച്ചവന്റെ ഇട്ടക്കാരാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞു, ഇത്തഖൂ ദഅവത്തൽ മളലൂ, ഇത്തഖൂ ദഅവത്തൽ മളലൂ. പീഡിപ്പിക്കപ്പെട്ടവന്റെ ദുആ നിങ്ങൾ സൂക്ഷിക്കണേ. കാരണം എന്തെന്നറിയോ? ലൈസ ബൈനഹു വ ബൈനല്ലാഹി ഹിജാബ്. അല്ലാഹുവിന്റെയും മർദ്ദിതന്റെയും ഇടയിലും മറയില്ല. അവര് എന്തെങ്കിലും റബ്ബിനോടൊന്ന് ചോദിച്ചാൽ ആ സെക്കൻഡിൽ അല്ലാഹു അവർക്ക് കൊടുക്കുന്നതാണ്. സഹോദരങ്ങളെ, ചിന്തിക്കണേ. ചെറിയ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ പോലും വെറുത്ത ഒരു വിഭാഗം പലിശക്കാരല്ല, വ്യഭിചാരികളല്ല, കള്ളുകുടിയന്മാരല്ലോ, പിന്നെ ആരാണ്? അഹങ്കാരികളാണ് എന്ന ലോകത്തിന്റെ നായക നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. അഹങ്കാരികൾ എല്ലാവരും വെറുക്കും. ഞാൻ ചോദിക്കട്ടെ, ഒരു മനുഷ്യൻ അഹങ്കരിച്ച് അവനെ അള്ളാഹ് സ്വർഗത്തിൽ കൊണ്ടുപോയ അള്ളാഹു നീതിയില്ലാത്തവനായി പോകും. അതുകൊണ്ടാണ് വ്യഭിചരിച്ചതിന്റെ പേരിൽ ആരെയും സ്വർഗത്തിൽ നിന്ന് അള്ളാഹു പുറത്താക്കിയിട്ടില്ല. പിശാചിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി എന്തിന്റെ പേരിലാണ്? ഒന്ന് പറയും, ഇങ്ങനെ ഇരിക്കാതെ. വ്യഭിചരിച്ചതിന്റെ പേരിലാണോ? കള്ളുപിടിച്ചതിന്റെ പേരിലാണോ? മോട്ടിച്ചതിന്റെ പേരിലാണോ? പലിശ കൊടുത്തതിന്റെ പേരിലാണോ? അല്ല, അഹങ്കരിച്ചതിന്റെ പേരിലാണ്. അപ്പൊ കള്ളു കുടിച്ചവരെയും അല്ലാഹു തആല തൗബ ചെയ്താൽ എന്ത് ചെയ്യും? കള്ളു കുടിച്ചവർക്കും രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്, വ്യഭിചരിച്ചവർക്കും രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോ അവരെ സ്വർഗത്തിൽ കൊണ്ടുപോയാൽ അള്ളാഹു നീതി കാണിച്ചില്ല, അനീതി കാണിച്ചു എന്ന് പറയാൻ പറ്റൂല. പക്ഷെ അഹങ്കാരികളെ റബ്ബ് സ്വർഗത്തിൽ കൊണ്ടുപോയാൽ അള്ളാഹു അനീതിയുള്ളവനായി പോകും. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബി മിസ്ഖാലു ദററത്തിൻ മിൻ കിബ്ർ. അണുമണി തൂക്കം, ഒരു കടുകുമണി എങ്ങാനും അഹങ്കാരം ഹൃദയത്തിലുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല. നിങ്ങൾ നോക്ക്, അങ്ങനാണെങ്കിൽ റബ്ബ് നീതിമാനാകോ? ഇബ്ലീസിനെ സ്വർഗത്തിൽ അള്ളാഹു പുറത്താക്കി. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ആർക്കാണ് അള്ളാഹു തആല നരകം വെച്ചിരിക്കുന്നത്? വിശ്വാസിക്കാണോ അവിശ്വാസിക്കാണോ? പറയും. ആർക്കാ? വിശ്വാസം ഇല്ലാത്തവർക്ക്. വിശ്വാസം ഇല്ലാത്തവർ പോകുന്ന സ്ഥലം നരകം. ഇബ്ലീസ് നരകത്തിലോ സ്വർഗത്തിലോ? നരകത്തിൽ.
വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ഈമാനു ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിർ വൽ ഖദ്രി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല. അല്ലേ? അല്ലാഹയെ കൊണ്ട് വിശ്വസിക്കുക, പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിക്കുക, മലായികത്തിനെ കൊണ്ട് വിശ്വസിക്കുക, അന്ത്യദിനത്തെ കൊണ്ട് വിശ്വസിക്കുക, നന്മയും തിന്മയും അല്ലാഹുവിൽ നിന്ന് വരുന്നതാണെന്ന് വിശ്വസിക്കുക, കിതാബുകളെ കൊണ്ട് വിശ്വസിക്കുക. ഇത് വിശ്വസിക്കുന്ന ഒരാളും മുഅ്മിനാണ്, വിശ്വാസിയാണ്, അവൻ സ്വർഗത്തിലാണ്. ഇതിൽ വിശ്വാസമില്ലാത്ത ഒരാൾ നരകത്തിലാണ്. ഇബ്ലീസ് നരകത്തിലാണെന്ന് ആർക്കും എതിരഭിപ്രായമില്ല. ഇബ്ലീസിൽ ഈ പറയപ്പെട്ട 6 കാര്യത്തിൽ വിശ്വാസം ഇല്ലേ? അള്ളാഹുവിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണോ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ ഇബ്ലീസ് പറഞ്ഞത്, പടച്ചോനെ നിനക്ക് ഞാൻ സുജൂദ് ചെയ്യുന്നുണ്ട്, ചെയ്യും, പക്ഷെ ഇവന് ഞാൻ സുജൂദ് ചെയ്യൂല. അപ്പൊ അള്ളാഹിൽ നല്ല വിശ്വാസമുണ്ട് ഇബ്ലീസിന്. മലായിക്കത്തിൽ വിശ്വാസമില്ലേ? മലക്കുകളുടെ കോളേജിന്റെ പ്രൊഫസറാണ്. മലക്കുകളുടെ കോളേജിന്റെ പ്രൊഫസറായിരുന്നു ഇബ്ലീസ്. മലക്കുകളുടെ ഉസ്താദാരാ? ജിബ്രീലിന്റെ ഉസ്താദാരാ? ഇബ്ലീസ് ആയിരുന്നു. 7 ആകാശത്ത് 7 പേരായിരുന്നു എന്നാണ്. അർശിനെ എത്രയോ ലക്ഷം പ്രാവശ്യം തവാഫ് ചെയ്ത് ചുറ്റിയിട്ടുള്ള വലിയ പണ്ഡിതനായിരുന്നു. ലോകത്തെ ഏറ്റവും ആബിദായിരുന്നു ഇബ്ലീസ്. ഒന്ന് ചിന്തിച്ചു നോക്ക്. ഖിയാമത്ത് നാളിൽ വിശ്വാസം ഇല്ലാത്തോണ്ടാണ് റബ്ബിന്റെ അടുത്ത് പറഞ്ഞ, പടച്ചോനെ നീ എന്നെ ശപിച്ചു, ആട്ടി ഓടിച്ചു, ഒക്കെ ശരിയാ, പക്ഷെ എനിക്കൊരു ആഗ്രഹം കൊണ്ട് സാധിപ്പിച്ചു തരണം. എന്താ ആഗ്രഹം? ഉയർത്തെഴുന്നേപ്പിന്റെ നാൾ വരെ എനിക്ക് ആയുസ് തന്നേക്കണം, ലോക അവസാനം വരെ എനിക്ക് ആയുസ് തരണം. അള്ളാഹു ആ ആയുസ് കൊടുത്തു, നീട്ടിക്കൊടുത്തു. അപ്പോ ഉയർത്തെഴുന്നേപ്പിന്റെ ദിവസത്തിൽ വിശ്വാസം ഉള്ളത് കൊണ്ടാണല്ലോ അതുവരെ എനിക്ക് വേണമെന്ന് പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബ്ലീസിന് വിശ്വാസത്തിൽ കുറവൊന്നുമില്ല, പക്ഷെ അഹങ്കാരിയായി പോയി. അള്ളാഹു അതുകൊണ്ട് നരകം കൊടുത്തു. അപ്പൊ നമ്മൾ അഹങ്കരിച്ചിട്ട് നമുക്ക് സ്വർഗം തന്ന അള്ളാഹു നീതിമാനാവോ? ആകൂല. അതുകൊണ്ട് പഠിച്ചു വെച്ചോ സഹോദരങ്ങളെ, എന്തിരിക്കുന്ന അഹങ്കരിക്കാൻ? മനുഷ്യൻ എന്താ അഹങ്കരിക്കാനിരിക്കുന്നത്? എന്താ പ്രിയപ്പെട്ടവരെ നമുക്ക് അഹങ്കരിക്കാനുള്ളത്? നിങ്ങൾക്കറിയുമോ, ഒരു വലിയ മനുഷ്യന് രാജാവാണ്, രാജകീയ പ്രൗഢിയോടെ നടന്നു വരുമ്പോ ഒരു മനുഷ്യന്, മഹാനായ മനുഷ്യനോട് അടുത്ത് ചെല്ലുകയാ. എന്നിട്ട് ആ രാജാവിന്റെ പ്രൗഢിയോടെ വന്ന മനുഷ്യനോട് പറഞ്ഞു പത്രേ, അല്ലയോ മനുഷ്യ, നിങ്ങൾ അഹങ്കരിക്കുന്നത് എന്തിനാണ്? എന്തിന് നിങ്ങൾ അഹങ്കരിക്കണം? നിങ്ങൾ എന്തിന് അഹങ്കരിക്കണം? ആ സമയത്ത് അയാള് പറഞ്ഞു പത്രേ, അഹങ്കരിക്കാൻ എനിക്കുണ്ടായിട്ടാണ് അഹങ്കരിക്കുന്നത്. എനിക്കുണ്ടോ അഹങ്കരിക്കാൻ? ആ മകാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തിരിക്കുന്നു? ഞാൻ ആരെന്നറിയോടാ നിനക്കെന്ന് ചോദിച്ചു രാജാവ്. ആ സമയത്ത് ആ മഹാൻ പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ ആരാണെന്ന്. ആരാണ് പറ? ആദ്യം ഒട്ടിപ്പിടിക്കുന്ന ഒരു തുള്ളി ബീജമാണ്, മുണ്ടിലോ തുണിയിലോ പറ്റാല് കഴുകിക്കളയുന്ന ഒരു തുള്ളി ബീജമാണ്, ദുർഗന്ധം അമിക്കുന്ന ബീജത്തുള്ളിയാണ്, ഏറ്റവും അവസാനമോ ചീഞ്ഞു നാറുന്ന ശവമാണ്. ഇതിനിടയിൽ നിങ്ങൾ ആരാണ്? ഇതിനിടയിൽ മലം ചുമക്കുന്ന വണ്ടിയല്ലേ നിങ്ങള്? സഹോദരങ്ങളെ, നല്ല തേച്ചുമിനിക്കിയ വസ്ത്രമിട്ട് പെർഫ്യൂം അടിച്ച് നല്ല നിലയിൽ വെയിറ്റിംഗ് ഷെഡിൽ ചെന്ന് കാത്തു നിൽക്കുമ്പോ ചെറുപ്പക്കാരിയെ നിന്നെ കാണുമ്പോ മഹാരഥന്മാരായ പണ്ഡിത മഹത്തുക്കള് തിരിഞ്ഞു നോക്കാതെ പോകുന്നതെന്താണ്? അവർക്ക് വികാര വിചാരങ്ങളില്ലാത്തത് കൊണ്ടല്ല, അവർക്ക് ശാരീരിക സുഖങ്ങൾ അറിയാത്തത് കൊണ്ടല്ല, അവർക്ക് രക്തത്തിന്റെ സർക്യൂട്ട് ഇല്ലാത്തത് കൊണ്ടല്ല. പിന്നെ എന്തുകൊണ്ടാണ് അവരെ തിരിഞ്ഞു നോക്കാത്തതെന്നറിയോ? നീ എത്ര വളവളപ്പോടെ നിന്നാല്, എത്ര നല്ല മോഡലോടെ നീ നിന്നാല്, സഹോദരി നീ നിൽക്കുന്നത് എന്താണ്? ആദ്യം നീ ഒട്ടിപ്പിക്കുന്ന ഒരു തുള്ളി ബീജമായിരുന്നു, ഇനി നീ മരിച്ചു കഴിഞ്ഞാലോ ശവമാണ്, ദുർഗന്ധം വമിക്കുകയാണ്. ഇതിനിടയിലോ നീ മലം ചുമന്നുകൊണ്ട് നിൽക്കുന്ന വണ്ടിയാ. മഹാന്മാര് പറഞ്ഞല്ലോ, പൊട്ടാ നീ മുനുതുള്ളി പിൻചോര കട്ട, പിന്നീട് കാട്ടം ചുമന്നോരു കൊട്ട. പൊട്ടാ നീ മുൻതുള്ളി പിൻചോര കട്ട, പിന്നീട് കാട്ടം ചുമന്നോരു കൊട്ട. ആദ്യം മനുഷ്യാനി എന്താണ്? ഒട്ടിപ്പിടിക്കുന്ന ഒരു തുള്ളി ബീജമാണ്, അവസാനം മാറുന്ന ശവമാണ്. ഇതിനിടയിൽ നീ ആരാ? ദുർഗന്ധം വമിക്കുന്ന മലം ചുമന്നു നിൽക്കുന്ന വണ്ടിയല്ലേടാ, നിന്റെ പള്ളയിലെ മലമല്ലേ. അഹങ്കരിക്കാനൊന്നുമില്ല, ഒന്നുമില്ല. മുൻഗാമികൾ അഹങ്കരിച്ചിരുന്നോ പ്രിയപ്പെട്ടവര്? മുൻഗാമികൾ അഹങ്കരിച്ചിരുന്നു.
ചെയ്യുന്നോ? ഇല്ല. ഇവിടെ SKSF-ന്റെ പരിപാടിയല്ലേ. നിങ്ങൾക്കറിയുമോ സഹോദരങ്ങളെ, ഈ കഴിഞ്ഞതിന് മുമ്പത്തെ ബഹുമാനനായ പ്രസിഡന്റ് ആനക്കര കോയക്കുട്ടി ഉസ്താദ്, നിങ്ങൾക്കറിയുമല്ലോ ചെറുപ്പക്കാരെ, നിങ്ങൾ SKSF-ന്റെ പ്രവർത്തകരല്ലേ. ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങള് ഇന്നലെ ഞാൻ കോഴിക്കോട് പ്രസംഗിക്കുമ്പോ ആ പരിപാടികളെ ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട ശൈഖുനാ ശൈഖുൽ ജാമിഅ ആലിക്കുട്ടി ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. സഹോദരങ്ങളെ, സമസ്തയുടെ സെക്രട്ടറിയാണ്. അവിടെ ആമുഖ പ്രസംഗം നടത്തി ദുആ ചെയ്തത് ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് ശൈഖുനാ സയ്യിദുൽ ഉലമാ ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. സഹോദരങ്ങളെ, എത്ര വിനയമാണ്, എത്ര വിനയമാണ്. അല്ലാഹുവേ പടച്ചവര്, ചിന്തിക്കാൻ വേണ്ടി കേട്ട് പറയുകയാ. കുറച്ചു സമയം മുമ്പ്, മഗ്‌രിബിന് മുമ്പ് കോഴിക്കോട് പരിപാടി നടക്കുന്ന സ്ഥലത്തെത്തുകയാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ ആലിക്കുട്ടി ഉസ്താദ് അവിടെ എത്തി. അല്ലാഹുവേ, ചിന്തിക്കാൻ വേണ്ടി കേട്ട് ഞാൻ പറയുകയാണ്. ഉസ്താദ് ഉച്ചയ്ക്ക് ഉറങ്ങാതെ ദീർഘനേരത്തെ യാത്ര കഴിഞ്ഞു വന്നതാണ്. ഉസ്താദിന് വല്ലാത്ത ക്ഷീണം വന്നു. നോക്കുമ്പോൾ തൊട്ടടുത്ത മഹല്ലത്തോ പള്ളികൾ കയറി കിടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ചിന്തിക്കണേ സഹോദരങ്ങള്. ബഹുമാനപ്പെട്ടവരൊരു സമസ്തയുടെ സെക്രട്ടറിയാണ്, ഒരു വലിയ ആത്മീയ സാമ്രാജ്യത്തിന്റെ സെക്രട്ടറിയാണ്. അപ്പോഴും എത്ര വിനയത്തോടെയാണ് സഹോദരങ്ങളെ ആളുകളെ നിസ്കരിക്കാൻ വേണ്ടി വരുന്ന അള്ളാന്റെ ഭവനമായ പള്ളിയുടെ പുറം പള്ളിയിൽ ആളുകളെത്തിയില്ല. അവിടെ കയറിയിട്ട് ഇങ്ങനെ നിവർന്ന് കിടക്കുകയാണ്, ക്ഷീണം മാറ്റാ. ഇപ്പോഴത്തോളം വിനയം കാണിക്കുന്ന പണ്ഡിതന്മാര് അഹങ്കരിക്കണമെങ്കിൽ അവരല്ലേ അഹങ്കരിക്കേണ്ടത്. എന്തിരിക്കുന്ന നമുക്ക് ഇൽമുണ്ടോ? സാധാരണ അഹങ്കാരം വരുന്നത് ഇൽമില്ലാത്തപ്പോഴാണ്, പണമില്ലാത്തപ്പോഴാണ്, അധികാരമില്ലാത്തപ്പോഴാണ്. അല്പ സ്വല്പം അധികാരം കിട്ടിക്കഴിഞ്ഞാൽ, അല്പം ഇൽമങ്ങാനം കിട്ടിക്കഴിഞ്ഞാൽ, അല്പ പണമെങ്ങാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളായി ലോകത്തെ വലിയ രാജാവെന്ന ചിന്തയിൽ നടക്കുമ്പോ സഹോദരങ്ങളെ, വീടിന്റെ മുമ്പിൽ ഒരു മാമ്പഴം മാവ് നടുക. ആ മാവില് മാമ്പഴം പിടിച്ചു കഴിഞ്ഞാൽ അതിൽ മാമ്പഴം പിടിക്കുന്നതിന്റെ അളവനുസരിച്ച് അതിന്റെ ശിഖരം താഴോട്ട് വരികയാണ്. എന്ന് പറഞ്ഞാൽ മാമ്പഴം പിടിച്ചില്ലേ അതിന്റെ ശിഖരങ്ങൾ മേപ്പോട്ട് പോകുന്നതാണ്. വാഴ നട്ട് നോക്കെന്റെ ചെറുപ്പക്കാരാ, എല്ലാറ്റിലും അല്ലാഹു ദൃഷ്ടാന്തം വെച്ചിട്ടുണ്ട്. ഒരു വാഴ നട്ട് നോക്ക്. ആ വാഴ നട്ട് നോക്കിയാൽ അറിയാ, ആ വാഴ വെച്ചാൽ അതിങ്ങനെ മേപ്പോട്ട് പൊങ്ങി വരികയാണ്. അതില് കൊലയെങ്ങാനം പിടിച്ചു കഴിഞ്ഞാ കൊലയുടെ വലിപ്പത്തിന്റെ അനുസരിച്ച്, കൊലയുടെ കായുടെ വലിപ്പനുസരിച്ച് ആ വാഴ ചരിഞ്ഞ് ചരിഞ്ഞ് വരുമല്ലോ. എന്തുകൊണ്ടാണ്? അതില് ഫലം വന്നപ്പോ താഴോട്ട് വരികയാണ്. ഇൽമു വന്നാ വിനയം വേണം താഴോട്ട് വരണം. പണം കിട്ടിയാൽ വിനയം വേണം താഴോട്ട് വരണം. അധികാരം കിട്ടിയാ വിനയം വേണം താഴോട്ട് വരണം. സഹോദരങ്ങളെ, ഇന്ന് നേരെ തിരിച്ചാണ്. എന്തിരിക്കുന്നു? അഹങ്കരിക്കാനില്ല. അതുകൊണ്ട് അറുത്ത് കളഞ്ഞൂടെ പെങ്ങളെ അഹങ്കാരമെന്ന മയിലിന്റെ സ്വഭാവത്തെ. നമ്മുടെ വാപ്പാ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അന്ന് മനസ്സോട് ഇണക്കി ചേർത്ത മയിലിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അറുത്തു മാറ്റിയില്ലെങ്കിൽ ഇബ്രാഹിം നബി അറുത്ത് കളഞ്ഞതുപോലെ നമ്മുടെ മനസ്സിൽ നിന്ന് അറുത്തു കളയാ മയിലിന്റെ അഹങ്കാരത്തെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. 100% ഉറപ്പാണ്, അഹങ്കാരമുള്ളവന് സ്വർഗത്തിൽ കയറാൻ പറ്റൂല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വിശുദ്ധ ഖുർആൻ പല ഭാഗത്തും പറഞ്ഞു, ഈ സ്വർഗം വെച്ചിരിക്കുന്നത് ഭൂമിയിൽ വിനയത്തോടെ നടക്കുന്നവർക്കാണ്, ഫസാദ് ഉണ്ടാക്കാതെ നടക്കുന്നവർക്കാണ്. അല്ലാഹു നമുക്കതിനുള്ള ഭാഗ്യം തരട്ടെ. നമ്മൾ ഒന്നുമല്ല. നമ്മൾ മരിച്ചുപോയ അതാ ഇരിക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ അഴീക്കോട്ടത്തെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് സഹോദരങ്ങൾ. ഞാൻ ഓർത്തുപോകുന്നു, ഞാൻ പരിപാടിക്ക് വരുമ്പോൾ അവരെന്നോട് പറഞ്ഞു, ഉസ്താദേ, ഇന്നലെ പ്രസംഗം നടക്കുമ്പോൾ ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് 2000 രൂപ ഏറ്റെടുത്ത ഒരു സഹോദരൻ, ഷമീറോ നിസാറോ സുധീർ 32 വയസ്സുള്ള സുധീർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ആ സഹോദരൻ 2000 രൂപ ഏറ്റെടുത്തു. സാധു പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചയക്കാൻ വേണ്ടി കിട്ടി. അന്ന് വൈകുന്നേരം. എന്നിട്ട് ആ സഹോദരൻ പറഞ്ഞു, നാളത്തെ പ്രസംഗ സദസ്സിൽ ഞാൻ കൊടുത്തോളാം. അങ്ങനെ അന്ന് രാത്രി വാഴ കഴിഞ്ഞ് വീട്ടിൽ പോയ സുധീർ എന്ന 32 വയസ്സുകാരൻ അദ്ദേഹത്തിന്റെ വള്ളമെടുത്ത് മീൻ പിടിക്കാൻ വേണ്ടി പോയി. പെട്ടെന്ന് നെഞ്ചുവേദന വന്നപ്പോൾ അദ്ദേഹം ആദ്യമായി പറഞ്ഞത്,
ഞാൻ 2000 രൂപ ഏറ്റിട്ടുണ്ട്, നാളെ കൊടുക്കാമെന്ന് പറഞ്ഞത് നിങ്ങൾ മറക്കാതെ കൊടുക്കണേ എന്ന് പറഞ്ഞ് ആ സഹോദരൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. പിറ്റന്ന് വാളിന്റെ മജ്‌ലിസിൽ 2000 കൊടുക്കാമെന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം ഞാൻ പ്രസംഗിക്കുന്നു, അദ്ദേഹം ഖബറിനടിയിലാണ്. ഇത്രയുള്ളൂ മനുഷ്യൻ. എനിക്ക് നാളെ കൊല്ലം കുണ്ടറ എന്ന് പറയുന്ന പ്രദേശത്തെ പരിപാടി തൃപ്പലഴികത്ത് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു വലിയന്റെ ഉറൂസുമായി ബന്ധപ്പെട്ട് പ്രസംഗിക്കാൻ ഞാൻ ഏറ്റിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് ഉറപ്പുണ്ടോ ഇന്ന് നേരം വെളുത്ത് എനിക്ക് എന്റെ വീട്ടിലെത്താൻ കഴിയുമെന്ന്? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇല്ല. മനുഷ്യൻ ഇത്രയേ ഉള്ളൂ. എല്ലാത്തിനും വാറണ്ടി ഇല്ലേ? മൊബൈൽ പുതിയൊരെണ്ണം വാങ്ങി കംപ്ലൈന്റ് ആയാൽ കൊണ്ടു കൊടുത്താൽ നമുക്ക് അതിന് റിപ്പയർ ചെയ്ത് തരും. 5 പൈസ കൊടുക്കണ്ട, എല്ലാത്തിനും വാറണ്ടി ഉണ്ട്. പക്ഷേ ഇല്ലാത്തതൊന്നു മാത്രം ഇല്ലാത്തത് മനുഷ്യന് മാത്രമാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. ഒന്നുമില്ല, നമ്മൾ ഇവിടെ അങ്ങ് മരിച്ചുപോയാൽ, ഇവിടെ കിടന്ന് മരിച്ചുപോയാൽ, കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി എന്ന് പറയുന്ന പ്രദേശത്ത് സഹോദരി കൊല ചെയ്യപ്പെട്ടു. എങ്ങനെയാണെന്നറിയില്ല, ഞാൻ പിന്നെ അറിഞ്ഞിട്ടുമില്ല. പക്ഷേ 7 ദിവസം വെള്ളത്തിൽ കിടന്നു. അതുവഴി നടന്നു പോകുന്ന ആളുകൾക്ക് നാറ്റമടിച്ചു, ദുർഗന്ധമടിച്ചു. ആളുകൾ കരുതി ഇപ്പോ ഒരു സ്വഭാവം ഉണ്ടല്ലോ, സാമൂഹ്യ വിരുദ്ധരിറങ്ങിയിരിക്കാൻ. അവര് കോഴി വേസ്റ്റ് ഒക്കെ കൊണ്ടൊന്ന് വഴി തള്ളുന്ന ഒരു സ്വഭാവമുണ്ട്. പെണ്ണുങ്ങൾക്കൊണ്ട് ചില സ്വഭാവം, കുട്ടികളുടെ സ്നഗ്ഗിയും അതുപോലെ അവരുടെ മറ്റുള്ള വേസ്റ്റും എല്ലാം കൂടെ വാക്കെട്ടിക്കിട്ട് ആരും കാണാതെ റോട്ടിലേക്ക് വലിച്ചെറിയുന്ന ദുശ്ശീലം. അതൊരു മുഅ്മിനായ പെണ്ണിന് യോജിച്ചതല്ല, അതൊരു മുസ്ലിമിന് യോജിച്ചതല്ല. അവൻ നിസ്കരിക്കുന്നവര് മാത്രമല്ല മുസ്ലിമീങ്ങള്, പൊതു സമൂഹത്തിൽ ആർക്കും ഒരു ഉപദ്രവം. അതുകൊണ്ടാണ് നീ ഉള്ളി തിന്നുപോയോ, നീ അന്ന് ജമാഅത്തിന് വരണ്ട, വീട്ടിൽ നിസ്കരിച്ചാൽ മതി എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഉള്ളി അന്ന് തിന്നോ നീ കൂടുതൽ? നിന്റെ വായിൽ നിന്ന് ദുർഗന്ധം വരുന്നുണ്ടോ ഉള്ളി തിന്നിട്ട്? ഉള്ളി നല്ലതല്ലേ? ഉള്ളി ഇല്ലാതെ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടോ നമ്മുടെ വീട്ടില്? ഉള്ളി അരിഞ്ഞിടാത്ത ഏതെങ്കിലും ഫ്രൈ ഉണ്ടോ വീട്ടില്? നീ ഉള്ളി തിന്ന് അധികമായി പോയി, നീ അന്ന് ജമാഅത്തിന് വരണ്ട, അവിടെ വീട്ടിൽ നിൽക്ക്. കാരണം എന്താ? അടുത്ത് വന്ന് നിസ്കരിക്കുന്നവർക്ക് അതിന്റെ ദുർഗന്ധം അസഹ്യമാണ്. ഇത് പറയുമ്പോഴും നമ്മൾ കട്ടൻ ബീഡിയും വലിച്ചിട്ട് നേരെ നിസ്കരിക്കാൻ വേണ്ടി വരും. കട്ടൻ ബീഡിയും വലിച്ചുകൊണ്ട് ബാങ്ക് വെക്കുമ്പോൾ ഒരെണ്ണം കൊളുത്തും. നടന്ന് പള്ളിയിലെത്തുമ്പോൾ അത് തീരും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഹൗദിലെ വെള്ളം കോരി അങ്ങോട്ട് വാകൊപ്പിളിച്ച് കഴിഞ്ഞാൽ ഈ പഞ്ചായത്ത് ടോയ്ലറ്റിൽ നിന്ന് വരുന്ന ദുർഗന്ധം പിന്നെ വായിന്ന് വരുന്നത് ഇല്ലേ? അവര് കരുതുന്നത് എന്താണ്? വെള്ളം കൊണ്ട് വാ കഴുകിയത് എല്ലാ നാറ്റവും പോകുന്ന. ഇല്ല, നാറ്റം കൂടെയുള്ളൂ. സമൂഹത്തിന്റെ മുമ്പിൽ ജീവിക്കുമ്പോൾ അവന് പാലിക്കേണ്ടത് പാലിക്കണം. അതുകൊണ്ട് ഞാൻ പറയുന്നു, പ്രിയപ്പെട്ടവരെ, നമുക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല. ആ സഹോദരി 7 ദിവസം കഴിഞ്ഞപ്പോൾ ആളുകൾ അതെന്താണെന്നറിയാൻ വേണ്ടി പരിശോധിച്ചു നോക്കുമ്പോൾ ആ സഹോദരിയുടെ മുടിയും വസ്ത്രം മാത്രമേ ഉള്ളൂ, ബാക്കി കഴുകിപ്പോയി. തലമുടിയും വസ്ത്രവും മാത്രമേ ഉള്ളൂ, ബാക്കി കഴുകിപ്പോയി. കുറച്ച് എല്ലും കിടക്കുന്നു. ഇത്രേ ഉള്ളൂ മനുഷ്യര്. ഞാനിപ്പോ എന്റെ നാട്ടിൽ നിന്ന് വെഞ്ഞാറമൂട് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് വരുമ്പോ, വേറെ ഏറെ സ്ഥലത്തിനും വെഞ്ഞാറമൂട് നിങ്ങൾക്കറിയാം, കാരണം സൂരാജിന്റെ നാടായതുകൊണ്ട് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാൻ കഴിയും. വെഞ്ഞാറമൂട് എന്റെ നാട്ടിൽ നിന്ന് 10 കിലോമീറ്റർ അപ്പുറമാണ്. ഞാൻ അങ്ങനെ വരുന്ന വഴിയില് ഒരു വലിയ ഇറക്കം, അത് കഴിഞ്ഞിട്ട് ഒരു വളവ് തിരിഞ്ഞിട്ട് വേണം നേരായ വഴി വരാൻ. അങ്ങനെ ഒരു പകലില് ആളുകൾ അതുവഴി പോകുമ്പോ മൂക്കുപൊത്തി കൊണ്ടുപോകുന്നു. സമാനമായതിനു മുമ്പ് അവിടെ കോഴി വേസ്റ്റ് കൊണ്ടിട്ടിട്ടുണ്ട്. പക്ഷെ ആളുകൾ കരുതിയത് അങ്ങനെ വല്ലതുമാകുമെന്നാണ്. പക്ഷേ ദുർഗന്ധം അസഹ്യമായപ്പോൾ ആളുകൾ പരിശോധിച്ചപ്പോ സുബ്ഹാനല്ലാഹ്, ഏതോ രാത്രിയിൽ പാവപ്പെട്ട ഒരു സഹോദരൻ വെള്ളമടിച്ചോന്നറിയില്ല, ആ സഹോദരൻ ബൈക്കിൽ വന്നു. നേരെ വന്നിട്ട് വളയ്ക്കാൻ വിട്ടുപോയി. ഒന്നുകിൽ വെള്ളമടിച്ചത് കൊണ്ട് ബോധം പോയി, അല്ലെങ്കിൽ ഉറങ്ങിപ്പോയി, അല്ലെങ്കിൽ അശ്രദ്ധമായി എന്തോ അദ്ദേഹം നേരെ അങ്ങ് താഴെ കുഴിയിൽ വീണു. ചെളി കൂടിക്കിടക്കുക. അതിൽ നിന്ന് ചെന്ന് തല താഴ്ന്നു പോയി. പിന്നെ പറയണോ? രാത്രി ആര് സഹായിക്കാനാ? നേരെ ചെന്ന് കുത്തനെ വീണുപോയ സഹോദരനെ ആരാ പിടിച്ചു കെട്ടാനുള്ളത്? അവിടെ കിടന്നു, മരിച്ചു. ആരും അറിഞ്ഞില്ല. 4 ദിവസം കഴിഞ്ഞ് നാറ്റം വന്നപ്പോഴാണ് നാട്ടുകാർ ഓടിക്കൂടി അരച്ച് അവസാനം അദ്ദേഹത്തെ അവിടെ നിന്ന് എടുത്തു. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ. ഒന്നും അഹങ്കരിക്കാൻ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ട ഒന്നാമത്തെ പക്ഷിയുടെ സ്വഭാവമേതാ? കിബുറുത്താവൂ
ഹോഴ്സ്. മയിലിന്റെ അഹങ്കാരമാണ്, മയിലിന്റെ അഹങ്കാരമാ. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ പക്ഷി ഏതാണ്? മറന്നു പോകല്ലേ. രണ്ടാമത്തെ പക്ഷി ഏതാണ്? അർബഅത്തും മീനതു യുരീതുയറു തൗസുനാദി കുൻ ഖുറാബുൻ നസ്റു. രണ്ടാമത്തെ ജീവി ഏതാണ്? ഒന്നാമത്തെ ജീവി മയിലാണ്, പക്ഷി മയിലാണ്. ആ പക്ഷിയാണ് അഹങ്കാരത്തിന്റെ പ്രതീകമെങ്കിൽ സഹോദരങ്ങളെ അഹങ്കാരം മാറ്റിക്കോ. രണ്ടാമത്തെ പക്ഷി ഏതാണ്? ദീക്കുന്നത് കോഴിയാണ്. എന്താണ് കോഴിയുടെ സ്വഭാവം? എന്താണ് കോഴിയുടെ സ്വഭാവം? കോഴിയുടെ സ്വഭാവം എന്താ? മുട്ടയിടുവോ? മനസ്സിലാവൂല. മനസ്സിലാവുന്നൊരു ക്ലൂ തരാം. നമ്മൾ ചിലരെ പറ്റി പറയും, ഓ ആളൊരു കോഴിയാ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അത് തന്നെ. രണ്ടാമത്തെ പക്ഷി കോഴിയാണ്. ആ കോഴിയുടെ സ്വഭാവം ഏതെന്നറിയോ? ജീവിതത്തിൽ നിന്ന് അറുത്തുമാറ്റേണ്ട സ്വഭാവമാണ് സഹോദരങ്ങളെ. കോഴിയുടെ വികാരമാ, കോഴിയുടെ വികാരമാ. അറുപ്പ് മുറിച്ച് കളയേണ്ട രണ്ടാമത്തെ വികാരമാണ് കോഴിയുടെ വികാരം. സഹോദരങ്ങളെ, ഇന്ന് മനുഷ്യന്റെ വികാരം എവിടെ എത്തിയെന്നറിയോ? ഇന്ന് വികാരമില്ലാത്തവർക്ക് വികാരം കൊടുക്കാൻ ഇന്ന് ടോണിക്കുകൾ ഉണ്ടെന്നാണ്. വികാരം വരാത്തവന് വികാരം വരാ. മരുന്നുകൾ ഇന്ന് സുലഭമാണ്. ആ വികാരം തീർക്കാൻ വേണ്ടിയിട്ട് എന്റെ സഹോദരങ്ങള് എത്രയോ എത്രയോ വേശ്യാലയങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്. ആ വേശ്യാലയത്തില് പോകുമ്പോ അവിടെ നിന്ന് പിടിക്കുന്ന മാറാ രോഗങ്ങൾക്ക് മരുന്ന് കമ്പനികൾ ഇറക്കിയിട്ടുണ്ട്. സഹോദരങ്ങളെ, എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. നടന്നു പോകുന്ന മനുഷ്യനെ പോലെ കടിക്കുന്ന നായ, ആ നായെ പേടിച്ചിട്ട് തെരുവനായ ഭയന്നിട്ട് പാവപ്പെട്ട മക്കളെ മദ്രസയെ പോകുന്നില്ല, അതുപോലെ സ്കൂളിൽ പോകുന്നില്ല. പാവപ്പെട്ട വൃദ്ധരായ സഹോദരങ്ങളെ കടിച്ചു കീറുന്നു നായ. ആ നായെ കൊന്നെടുക്കണമെന്ന് പറയുമ്പോൾ രാജ്യം ഭരിക്കുന്നവർ പറയുന്നു, വേണ്ട വേണ്ട, കൊല്ലണ്ട. എന്താ? നായയോടുള്ള സ്നേഹം കൊണ്ടല്ല, നായ അവരുടെ മക്കളായത് കൊണ്ടല്ല. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടെന്നറിയോ? നമ്മളൊക്കെ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്താണ്. എന്താ അവരങ്ങനെ വേണ്ടെന്ന് പറയാൻ കാരണം എന്തെന്നറിയോ? ഈ നായ വന്യകരണം ചെയ്താ മതി എന്ന് പറയുന്നത്. വന്യകരണത്തിന്റെ മരുന്ന് കമ്പനികളിൽ നിന്ന് കോടികൾ അവർ വാങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് വന്യകരണം നടത്തിയാ മതി. ഇനി അതല്ല, ഏതെങ്കിലും മനുഷ്യനെ കടിച്ചാലോ, ആ കടിക്കുമ്പോൾ വിഷമേൽക്കാതിരിക്കാൻ, വിഷബാധ ഏൽക്കാതിരിക്കാൻ അതിനും മരുന്നുണ്ട്. ആ മരുന്ന് കമ്പനിയിൽ നിന്ന് കോടിക്കണക്കിന് പോക്കറ്റിൽ വാങ്ങി അവർക്ക് ജീവിക്കണ്ടേ. അതുകൊണ്ടാണ് പട്ടിയെ കൊല്ലണ്ട എന്ന് പറയുന്നത്. വന്യകരണത്തിന്റെ മരുന്ന് കമ്പനിയിൽ നിന്ന് ശമ്പളം പറ്റുന്നു. അതുപോലെ തന്നെ വിഷബാധ ഏൽക്കാതിരിക്കാനുള്ള മരുന്ന് കമ്പനിയിൽ നിന്ന് കോടികളെ പോക്കറ്റ് മണിയായി വാങ്ങുന്നു. അങ്ങനെ രാജ്യത്തെ ആചാരം വാങ്ങിയിട്ട് തീരെഴുതി കൊടുത്ത് സഹോദരങ്ങളെ ഇല്ലാത്ത നിയമങ്ങളെ കൊണ്ടുവന്ന് പാവപ്പെട്ടവനെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുമ്പോ മനസ്സിലാക്കണേ, അല്ലാഹുവേ, വികാരമെന്ന് പറയുന്നത് നടന്നു പോകുന്ന 3 വയസ്സുകാരിയോട് പോലും 66 വയസ്സുകാരൻ മൃഗീയമായി പീഡിപ്പിക്കുന്ന കാലമല്ലേ. ഇന്നൊരു പെണ്ണിനിറങ്ങി നടക്കാൻ കഴിയുന്നില്ല. ഇന്നൊരു പെണ്ണിന് സന്തോഷത്തോടെ സ്വസ്ഥമായിട്ട് ഒരു പേടിയുമില്ലാതെ നടന്നു പോകാൻ കഴിയൂല. പ്രിയപ്പെട്ടവരെ, പേടിയാണ്. സ്വന്തം മകളെ വാപ്പാന്റെ അടുത്ത് കിടത്താൻ കഴിയൂല. കാരണം എത്രയോ സ്ഥലത്താണ് സ്വന്തം മക്കളെ വാപ്പമാര് ബലാത്സംഗം ചെയ്തിരിക്കുന്നത്. സ്വന്തം ഉമ്മാന്റെ അടുത്ത് പൊന്നുമക്കളെ കിടത്താൻ കഴിയാത്ത കാലമാണ്. എന്തുകൊണ്ടെന്നറിയോ? എത്രയോ ഉമ്മമാരെയാണ് മക്കള് പീഡിപ്പിച്ചത്. അല്ലാഹുവേ, സത്യമാണ്, കള്ളം പറയുന്നതല്ല. വ്യക്തമായ തെളിവുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, വേറെ എങ്ങും പോണ്ട, കേരളത്തിലുണ്ട്. ആങ്ങളെയും പെങ്ങളെയും ഒരുമിച്ച് ഒരു വീട്ടില് കിടത്താൻ കഴിയൂല. എന്തുകൊണ്ടെന്നറിയുമോ? അവർ രണ്ടുപേരും ശാരീരികമായ ബന്ധപ്പെട്ട കാലമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വല്ലാതെ മനുഷ്യന്റെ വികാര പൊട്ടിവിടരുമ്പോ ശഹവത്തുദ്ദീക്ക് കോഴിയുടെ വികാര അറുപ്പ് മുറിച്ച് കളയണമെന്ന് പഠിപ്പിക്കുമ്പോ എങ്ങനാ നമുക്ക് കഴിയാതിരിക്കാ? സഹോദരങ്ങളെ, ഒരു യുവാവിനെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാ. ആ യുവാവിന്റെ വൈകാരികമായ അനുഭവങ്ങളോടുള്ള വിയോജിപ്പ്, വികാരത്തിനോടുള്ള അദ്ദേഹത്തിന്റെ വിയോജിപ്പ് വല്ലാതെ വാഴ്ത്തപ്പെടേണ്ടതാണ്, പുകഴ്ത്തപ്പെടേണ്ടതാണ്. ആരാണ് യുവാവെന്നറിയോ? അദ്ദേഹത്തെ പോലെ
സൗന്ദര്യം ലോകത്തൊരാൾക്കുമില്ല. എത്ര സുന്ദരനാണ്. 14 രാവിന്റെ പൗർണമിയെ പോലെ സൗന്ദര്യമാണ്. എന്തോരഴകാണ്, എന്തോരഴകാ. വല്ലാത്ത സൗന്ദര്യമാണ് ആ ചെറുപ്പക്കാരന്. ആ ചെറുപ്പക്കാരനോ നാട്ടിലെ അടിമയാണ്. ആ ചെറുപ്പക്കാരന്റെ മുതലാളി, ആ ചെറുപ്പക്കാരന്റെ യജമാനത്തി ആരുമില്ലാത്ത രാത്രിയിലൊന്ന് വിളിച്ചു. വീട്ടിനകത്ത് കയറ്റ കഥക കുട്ടിയിട്ടു. എന്നിട്ട് അകത്ത റൂമിൽ കയറി ആ കഥകം ബന്ധിച്ചു. എന്നിട്ട് അതിനകത്ത് കയറിയിട്ട് ആ കഥകം ബന്ധിച്ചു. അങ്ങനെ ഓരോ കഥകൾക്കകത്ത് കയറി, റൂമിനകത്ത് കയറി, എല്ലാ പൂട്ടി അരമനയിലെത്തുകയാണ്. ഒരീച്ച പോലെ കടന്നു വരില്ല, ഒരീച്ച പോലെ കടന്നു വരില്ല. ആ യുവാവിന്റെ സുന്ദരമായ മുഖം കണ്ടപ്പോ യജമാനത്തിയായ മുതലാളിയായ പെണ്ണ് പറഞ്ഞതെന്തെന്നറിയോ? മാഹസന ശറക, എന്തോര തലമുടിയാടാ നിനക്കുള്ളത്, എന്തോരഴകാ നിന്റെ തലമുടിക്ക്. ആ സമയത്ത് ആ ചെറുപ്പക്കാര പറഞ്ഞ വാക്കെന്തെന്നറിയോ? അതിന്റെ തലയിൽ നിന്ന് കൊഴിഞ്ഞു പോകാനുള്ളതാണ് പെണ്ണ്. രണ്ടാമത് ആ പെണ്ണ് പറഞ്ഞു, മാഹസന ഐനൈക, നിന്റെ കണ്ണ് വല്ലാത്ത കണ്ണാണടാ. ആ സമയത്ത് ആ പെണ്ണിനോട് ചെറുപ്പക്കാരൻ പറഞ്ഞു, അതെന്റെ കവിളത്തിനും നിളകെ പോകാനുള്ളതാണ്. മൂന്നാമതാ പെണ്ണ് പറഞ്ഞു, മാഹസന വജ്ഹക, എന്തോരു മുഖക്കാന്തിയാ, എന്തോരു മുഖപ്പിന്റെ അഴകാ, എന്തോരു സൗന്ദര്യമാണടാ നിന്റെ കഴകന്ത് കാണാൻ, എന്ത് സൗന്ദര്യമാണ്. ആ സമയത്ത് ആ പെണ്ണിനോട് ചെറുപ്പക്കാരൻ പറഞ്ഞു, പെണ്ണേ ഹുവലി തുറാബ്, അത് മണ്ണിനുള്ളതാണ്, അത് മണ്ണിനുള്ളതാണ്, അതിൽ ചിതലുകളൊക്കെ ഉള്ളതാണ്, പുഴുക്കളൊക്കെ ഉള്ളതാണ്. അവസാനം ആ പെണ്ണ് പറഞ്ഞതെന്തെന്നറിയോ? ഇന്ന ഫിറാശൽ ഹരീരി മബ്സൂത്ത്, എടോ ഇനി നിന്നോട് ക്രൂതരാൻ ഞാനില്ല. ഇതാ പട്ടുമത്ത വിരിച്ചിരിക്കുകയാണ്, ഒരീച്ച കടന്നു വരൂല. നീ നിന്റെ മുതലാളിയാണ് ഞാന്, എന്റെ അടിമയാണ് നീ. ആരും വരില്ലയടോ. എന്റെ ശരീരത്തിന്റെ ദാഹം തീർക്കുമോ? എന്റെ ശരീരത്തിന്റെ പൈതാകം തീർക്കുമോ? എന്റെ ശരീരത്തിന്റെ വിശപ്പൊന്ന് മാറ്റുമോ? ആ ചെറുപ്പക്കാരന് ഏതവസരത്തിലും വ്യഭിചാരത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള പ്രായമാണ്. മാത്രമല്ല വിളിച്ചത് സാധാരണക്കാരിയല്ല, അവിടത്തെ നാട്ടിന്റെ മുതലാളിയാണ്, യജമാനത്തിയാണ്, സൗന്ദര്യത്തിന്റെ മഹാറാണിയാണ്. ആ ചെറുപ്പക്കാരൻ അവിവാഹിതനാണ്, ആ ചെറുപ്പക്കാരൻ പ്രവാസിയാണ്. ആ ചെറുപ്പക്കാരനൊന്നും പേടിക്കേണ്ടതില്ല, ആരും വരില്ല വരില്ല വരില്ല. ഈ ചെറുപ്പക്കാരിയായ പെണ്ണവനെ മാടി വിളിച്ചപ്പോ ആ ചെറുപ്പക്കാര പറഞ്ഞിരുന്നെന്നറിയോ? എന്നെ കൊണ്ട് പറ്റൂല, അങ്ങനെ നിന്റെ ശരീരത്തിന്റെ ദാഹവും വിശപ്പും ഞാൻ മാറ്റിട്ടെന്നാൽ എന്റെ സ്വർഗത്തിന്റെ സ്ഥാനമല്ല എടുത്ത് കളയുമടോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ഒരൊറ്റ ചാട്ടമാണ്. ആ പെണ്ണ് വിട്ടില്ല, വികാര ജീവിയല്ലേ. ആ പെണ്ണ് ഓടി ചെന്ന ചെറുപ്പക്കാരന്റെ ജുബ്ബയിൽ പിടിച്ചു. ആ ജുബ്ബ കീറി പറഞ്ഞു പോയി. ആ ചെറുപ്പക്കാരെ പുറപ്പ് ചാടിയിട്ട് പറഞ്ഞു, മഅദല്ലാ, അല്ലാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുകയാണ്. ഇങ്ങനെ കഴിയോ ചെറുപ്പക്കാരാ, ഇങ്ങനെ കഴിയോ ചെറുപ്പക്കാരാ. ഇന്നും ആ പെണ്ണിനത്തെ പോലെ പെണ്ണുങ്ങളില്ല, ഇന്നും ആ പെണ്ണുങ്ങളെ പോലെ വഴിതെറ്റിയ പെണ്ണുങ്ങളില്ല, ഒരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്യാൻ ഓടി നടക്കുന്ന പെണ്ണുങ്ങളില്ല. എന്തേ ചെറുപ്പക്കാരാ നിനക്ക് മാറാൻ കഴിയുന്നില്ല? അല്ലാഹുവേ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് പുറപ്പു ചാടിയ ചെറുപ്പക്കാരന്റെ കഥ ഏതെങ്കിലും സീരിയലിൽ വന്ന കഥയല്ല, കഥയില്ലൊരു ജീവിതത്തിൽ വന്ന കഥയല്ല, ഹിനാവും കണ്ണീരിലും വന്ന കഥയല്ല, ഇതേതെങ്കിലും വാറോലയിൽ വന്ന കഥയല്ല, ഇതേതെങ്കിലും സിനിമയുടെ തിരക്കഥയല്ല. ഇതേത് കഥയെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. ഈ കഥ പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇതാണ് അഹ്സനുൽ ഖസസ്, അടിപൊളി ചരിത്രം ഇതാണ്, ഏറ്റവും നല്ല ചരിത്രം ഇതാണ്. അത് യാക്കൂബ് നബിയുടേതല്ല, അത് ലൂത്ത് നബിയുടേതല്ല, അത് ഇബ്രാഹിം നബിയുടേതല്ല, അത് ഈസ നബിയുടേതല്ല, അത് മൂസ നബിയുടേതല്ല. ഏറ്റവും നല്ല ചരിത്രം ഈ മനുഷ്യന്റെ ചരിത്രമാണ്. ആരാണ് മനുഷ്യനെന്നറിയോ? ആരാണ് ചെറുപ്പക്കാരനെന്നറിയോ? ഒരധ്യായം മുഴുവനും ആ ചെറുപ്പക്കാരന് വേണ്ടി അല്ലാഹു മാറ്റി വെച്ചു. ആ ചെറുപ്പക്കാരന്റെ പേര് തന്നെ അധ്യായത്തിന് കൊടുത്തു. ആരാണ്? മറ്റാരുമല്ല,
ആരുമല്ല, സൗന്ദര്യത്തിന്റെ മകുടോദാഹരണമേ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, നിങ്ങൾ ആലോചിക്കണം, അദ്ദേഹം ഒരു അവിവാഹിതനാണ്, ഒരാള് ചോദിക്കാനില്ല, അദ്ദേഹം പ്രവാസിയാണ്. അപ്പോഴാണല്ലോ നമ്മൾ കൂടുതൽ വെള്ളം അടിച്ചു പോകുന്നത്, അപ്പോഴാണല്ലോ കൂടുതൽ വിഭജിച്ചു പോകുന്നത്. ആരുമില്ല. എയർപോർട്ടിൽ ചെന്നിരുന്നാൽ ഒന്നിങ്ങനെ പരതി നോക്കും, ആരുമില്ല, രക്ഷപ്പെട്ടു. ഫ്ലൈറ്റ് കയറിയാൽ ഇങ്ങനെ ഒന്ന് പരതും, ആരുമില്ല. കമ്മറ്റിക്കാരില്ല, വാപ്പയില്ല, കൊച്ചാപ്പയില്ല, കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ വാപ്പയില്ല, ആരുമില്ല, ആരുമില്ല. എല്ലാം കുറെ ഇംഗ്ലീഷ് പറയുന്നവരും തമിഴ് പറയുന്നവരും ഒക്കെയാ. സ്വസ്ഥതയായി കുറെ കഴിയുമ്പോൾ ബെൽറ്റ് ഒക്കെ ഇട്ട് സാധനം അങ്ങോട്ട് പൊങ്ങാനൊരുങ്ങുമ്പോ തുണി ഉടുത്തതും ഉടുക്കാത്തതുമായ പെണ്ണുങ്ങൾ ഇങ്ങനെ വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് പറയും ഇഷ്ടമുള്ളത് എടുക്കാം. അപ്പോഴെ തന്നെ അവിടെ അനൗൺസ് മുഴങ്ങും, ഇനി ബെൽറ്റ് ഒക്കെ അഴിച്ചോളി, അള്ളാന്റെ പരിധി വിട്ടു, ഇനി നിങ്ങൾക്ക് എന്തു ആവാം, കുഴപ്പമില്ല. അങ്ങനെ ബെൽറ്റ് ഒക്കെ അഴിച്ചിരിക്കുമ്പോഴാണ് ആ സാധനം മുമ്പിലോട്ട് കൊണ്ടുവരുന്നത്. ഒന്നുകൂടെ നോക്കൂ, ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. 4 മണിക്കൂർ വേണം യാത്ര ചെയ്യാൻ എയർ ഫ്ലൈറ്റിൽ അവിടെ എത്താൻ. അല്പം വാങ്ങി അങ്ങോട്ട് കഴിച്ചിട്ട് ഒരൊറ്റ ഉറക്കമാണ്. അതോടുകൂടി അവന്റെ കൂടിയുടെ ആരംഭമായി. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ.